ഓക്കെ, ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുന്നു. മലാക്കി പ്രവചനം 3-ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 3rd ചാപ്റ്റർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ജനത്തിൻ്റെ അവിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് നോക്കി. അത് പ്രത്യേകിച്ച് അവർ ദൈവത്തെ അറിയാത്തവരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിലായിരുന്നു. അവിശ്വസ്തത, കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ റോബിങ് ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദൈവത്തിന് അർഹപ്പെട്ട പണം കൊടുക്കാതെ നാം ഇരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ മലാഖി പ്രവചനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വളരെ ഫേവററ്റ് വാക്യമാണ് അനേക ഈ പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിൽ. അവർ പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളുടെ മേൽ അനുഗ്രഹം പൊഴിക്കുകയില്ലയോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വേഴ്സ് പലർക്കും ഈ ഒരു ഫേവററ്റ് വേഴ്സാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റ് എന്താണ്? ദശാംശം എന്താണ്? പുതിയ നിയമത്തിൽ ടൈത്തിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? അത് പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് ടൈത്തിങ് ബാധകമാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് മലാഖി പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. സകലതും ഈ ടൈത്തിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു ശേഷം ഒരു സെഷനൂടെ കഴിയുമ്പോൾ നമ്മുടെ മാലക്കായ് ആ ഒരു പോർഷൻ നമ്മൾ തീർക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് സ്റ്റഡി കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടി ഒരു മിഷൻസ് കോൺഫറൻസ് മെഡ്ഗോ നവംബർ 8, 9, 10 നമ്മുടെ തിരുവല്ല ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതാണ്. രജിസ്ട്രേഷൻ വളരെ സ്പീഡിൽ പോകുന്നു. നമുക്ക് ഒരുപാട് പേരെ എടുക്കാനൊക്കത്തില്ല, കാരണം അക്കോമഡേഷനോട് അറേഞ്ച് ചെയ്യേണ്ടത് കൊണ്ട്. തിരുവല്ലയിലുള്ളവർക്ക് പോയും വന്നു ഇരിക്കാം, എന്നാൽ അവർ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മൾ കുറേ റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫാമിലീസായിട്ട് വന്ന് താമസിക്കാനും. ഹെൽത്ത് കെയർ, അതായത് നഴ്സസ്, ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, പാരാമെഡിക്കൽ, ഫിസിയോതെറപ്പിസ്റ്റ്, ആർക്കെങ്കിലും അങ്ങനെ നല്ല കുറേ സ്പീക്കേഴ്സ് ഈ പ്രാവശ്യം നമുക്കുണ്ട്. അതുമാത്രമല്ല, ഗുഡ് ടൈംസ് ഓഫ് വർഷിപ്പ്, ഉണർവ് ബാൻഡ് കാണും. കൂടാതെ നല്ല ടെസ്റ്റിമണീസ്, ചില വളരെ റാഡിക്കൽ സ്റ്റെപ്സ് എടുത്ത ചില ഡോക്ടേഴ്സിൻ്റെ ടെസ്റ്റിമണീസ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ടെസ്റ്റിമണീസ് കേൾക്കാൻ സാധിക്കും. അതിനൊക്കെ അപ്പുറമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് അതിനെ ഒന്ന് വാമപ്പ് ചെയ്യാനുള്ളൊരു നല്ല അവസരം കൂടെ ആണ്. അതുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആർക്കെങ്കിലും ഇതിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. നവംബറിലെ ഉള്ളൂ മീറ്റിംഗ് എന്ന് വിചാരിച്ച് താമസിപ്പിക്കരുത്, കാരണം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഒന്നും അറേഞ്ച് ചെയ്യാൻ, ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഡോക്ടേഴ്സായിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് 3-ാമത്തെ അധ്യായമാണ്. ദൈവത്തിന് ഇസ്രായേൽ മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പുരോഹിതന്മാരുടെ അവിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം ജനത്തിൻ്റെ അവിശ്വസ്തത കുടുംബജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നോക്കി. ഇന്ന് ദശാംശത്തെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ദശാംശത്തെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കി. ഒന്നാമത്തെ ചോദ്യം ജനം ചോദിക്കുന്നത്, നീ ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പിലാണ് സ്നേഹം ഞാൻ നിങ്ങളെ കാണിച്ചത് എന്ന് കർത്താവ് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം പറയുന്നത്, എൻ്റെ നാമത്തെ നിങ്ങൾ തുച്ഛീകരിച്ചു, എൻ്റെ മാനം എവിടെ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഉത്തരം. അപ്പം ഞങ്ങൾ എങ്ങനെ നിന്നെ നിന്ദിച്ചു എന്ന് ചോദിച്ചതിൽ മുടന്തുള്ളതിനെയും കണ്ണുപൊട്ടിയതിനെയൊക്കെ അർപ്പിച്ചു എന്ന് പറഞ്ഞ് കർത്താവ് അതിന് ഉത്തരം കൊടുക്കുന്നു. നാലാമത്തെ ചോദ്യം എന്ന് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ നീതി എവിടെ എന്ന് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ ഡൗട്ട് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. എന്നാൽ ഇവിടെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ വീണ്ടും പഴയ നിയമ പ്രവാചകന്മാരെ പോലെ തന്നെ യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രോഫസി, ഒരു പ്രവചനം മലാഖി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പഴയ നിയമം ജനസിസ് ഉൽപ്പത്തി മുതൽ ഈ ഡ്രം ബീറ്റിൻ്റെ ശബ്ദം ഇങ്ങനെ കൂടി വരികയാണ്. എന്താണ്? മശിഹ വരുന്നു, മശിഹ വരുന്നു, മശിഹ വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രം ബീറ്റ് കൂടി വരുന്നു. അവസാനം വന്ന് നിൽക്കുന്നത് മലാഖി പ്രവചനത്തിലാണ്. മലാഖി പ്രവാചകനും ഇതുപോലെ തന്നെ
ഇങ്ങനൊരു പ്രവചനം നടത്തുകയാണ്. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 2 ദൂതന്മാരെ കുറിച്ച് പറയുന്നു. 2 ദൂതന്മാർ. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ 6 നിലനിൽക്കും. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ചു പോന്നു പോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദരുടെയും യെരൂശലേമിന്റെയും വഴിപാട് പുരാതന കാലത്തെ പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവരെയും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് 2 ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ഒന്ന് വഴി ഒരുക്കുന്ന ദൂതൻ, അതാരാ? യോഹന്നാൻ സ്നാപകൻ. അതിനുശേഷം അടുത്ത ദൂതനെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമ പ്രവാചകന്മാരൊക്കെ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ആദ്യത്തെ വരവും രണ്ടാമത്തെ വരവും കൂടി ഒരുമിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൊഫറ്റിക് ടെലിസ്കോപ്പിംഗ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പ്രൊഫറ്റിക് ടെലിസ്കോപ്പിംഗ്, അതായത് 2 വരവും കൂടി ഒരുമിച്ച്, അതായത് ശുദ്ധീകരിക്കാൻ വന്ന വരവിനെ കുറിച്ചും ന്യായവിധിക്കായി വരുന്ന വരവിനെ കുറിച്ചും ഒരുമിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, യേശു കർത്താവിന്റെ ആദ്യത്തെ വരവ് നമ്മളെ നിർമ്മലീകരിക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടാമത്തെ വരവോ ന്യായവിധിക്ക് വേണ്ടി വരുന്നു. അതുകൊണ്ട് വാർണിംഗ് ആൻഡ് ഹോപ്പ് ഒരുമിച്ചാണ് മലാഖി ജനത്തോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയുന്നു ന്യായവിധി വരുന്നു. അവൻ സ്വർണത്തെ ഊതിക്കഴിക്കുന്ന പോലെ. പിന്നെ പറയുന്ന ലേവി പുത്രന്മാരെ അവൻ ശുദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ആരാധനയെ മലിനമാക്കി നിങ്ങൾ അശുദ്ധമായത് എനിക്ക് അർപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെങ്കിൽ ഒരുവൻ വരുന്നുണ്ട്, ഒരു ദൂതൻ വരുന്നുണ്ട്. അവൻ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അത് മാത്രമല്ല, ഒരു ന്യായവിധി വരുന്നുണ്ട്. അപ്പോൾ ന്യായവിധി എന്ന് പറയുന്ന ദൂത് എല്ലാ പ്രവാചകന്മാരും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം കാണുന്ന ഒരു കാര്യമാണ്. ദാറ്റ് എ ജഡ്ജ്മെന്റ് ഇസ് കമ്മിങ്. ഇന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാത്തൊരു ദൂതാണ് ദാറ്റ് എ ജഡ്ജ്മെന്റ് ഇസ് കമ്മിങ്. ആ ന്യായവിധി വരുന്നത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മലാഖി പറയുന്ന 6ഉം 7ഉം വാക്യത്തിൽ, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാരണം ദൈവം മാറാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇന്ന് കർത്താവ് പറയുന്നത് എന്നാണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഹി ഡസ് നോട്ട് ചേഞ്ച്. കർത്താവിൻ്റെ സ്വഭാവം മാറുന്നുവെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് കർത്താവ് ഇന്ന് എന്നെ സ്നേഹിക്കും, നാളെ എന്നെ തള്ളിക്കളയും. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം മാറുന്നില്ല, അവൻ്റെ തെരഞ്ഞെടുപ്പ് മാറുന്നില്ല. ഹിസ് ചോയ്സ് ഹി ഡസ് നോട്ട് ചേഞ്ച്. തുണി മാറുന്നത് പോലെ ഇഷ്ടപ്പെട്ടു ഇനി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റുന്നില്ല. മാറ്റിയിരുന്നെങ്കിൽ യാക്കോബെ നീ മനസ്സിലാക്കണം, എന്നേ ദൈവം എന്നെയും നിങ്ങളെയും എന്താ പറയുന്നത്? നാം മുടിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ നാം ഇന്ന് ഡാമിനേഷനിലേക്ക് പോകാത്തതിൻ്റെ ഒരൊറ്റ കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാത്തത് കൊണ്ടാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തിട്ട് ഇന്ന് എനിക്ക് ഇന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ തള്ളിക്കളഞ്ഞേക്കാം എന്ന് കർത്താവ് നമ്മളെപ്പോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മളാരും ഇവിടെ നിൽക്കത്തില്ല, നാം എല്ലാം മുടിഞ്ഞു പോയനേം എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ ദയ എത്ര വലുത് എന്നുള്ളത്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നാം അവനിലേക്ക് മടങ്ങി വരണം. വി ഹാവ് ടു റിട്ടേൺ ടു ഹിം. കർത്താവ് നമ്മളെ മുടിപ്പിക്കാതെ നിർത്തുന്നതിൻ്റെ കാരണം എന്താണ്? നാം അവൻ്റെ വഴികളിലേക്ക് മടങ്ങി വരണം. അപ്പോൾ ഇവിടെ മലാഖി പ്രവചനം പറയുന്നത് എന്നാ? നിങ്ങൾ എങ്കിലേക്കും മടങ്ങി വന്നാൽ,
ഞാൻ ഒരിക്കലും നിങ്ങളെ കളയത്തില്ല. ഞാൻ നിങ്ങളേക്ക് ഞാൻ മടങ്ങി വരും. അതാണ് കർത്താവ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളെ അടുക്കലേക്ക് മടങ്ങി വരും. എന്താണ്? നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നാൽ. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ കർത്താവിൽ നിന്ന് മാറി നാം നിൽക്കുന്നുവെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ശബ്ദം ഇത്ര മാത്രം: കർത്താവിങ്കിലേക്ക് മടങ്ങി വാ, കർത്താവിങ്കിലേക്ക് മടങ്ങി വാ. എങ്ങനെയാ മടങ്ങി വരുന്നത്? അനുതാപ ഹൃദയത്തോടെ, ഇൻ റിപ്പൻറ്റൻസ്, ടേണിങ് അവേ ഫ്രം സിൻ, കമ്മിങ് ബാക്ക് ടു ഗോഡ്. ഇത്രയേ ഉള്ളൂ കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 10 മല കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്ര മെഴുകുതിരി കത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ ചെന്ന് കാണിക്ക കൊടുക്കേണ്ട നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പാപത്തെ വെറുത്ത് കർത്താവിൽ വിശ്വസിച്ച് മടങ്ങി വരുവീൻ. ബിലീവ്, റിപ്പൻറ്റ് ആൻഡ് ബിലീവ്. ഇത്രയും മാത്രമേ ഉള്ളൂ. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക. അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരും. അപ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ചോദ്യം ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു? എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? അതിനുള്ള ഉത്തരമാണ് കർത്താവ് പറയുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. എങ്ങനെ ഞങ്ങൾ മടങ്ങി വരണം? കർത്താവിങ്കിൽ നിന്നും ദൂരെ പോയി, കർത്താവിൽ നിന്നും മാറിപ്പോയി, അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നില്ല. എങ്ങനെ ഞങ്ങൾ മടങ്ങി വരണം? അതിനുള്ള ക്വസ്റ്റ്യൻസ്. ഹൗ ക്യാൻ വി റോബ് ഗോഡ്? അപ്പോൾ ഇവിടെ മലാഖി 3:8 മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എന്ന് ചോദിക്കുന്നതിന് അവിടെ റോബിങ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് പദം. ക്യാൻ മാൻ റോബ് ഗോഡ്? ദൈവത്തെ മോഷ്ടിക്കാമോ, ദൈവത്തിൽ നിന്നും മോഷ്ടിക്കാമോ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മലയാള വ്യാഖ്യാനം മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിച്ചു. ദശാംശത്തിലും വഴിപാടിലും. അപ്പോൾ 5ാമത്തെ ചോദ്യം, നമ്മൾ എങ്ങനെ ദൈവത്തെ തോൽപ്പിക്കുന്നു? അപ്പോൾ അവിടെ കർത്താവ് പറയുന്നു, ദശാംശത്തിലും വഴിപാടിലും കർത്താവിനെ നമ്മൾ തോൽപ്പിക്കുന്നു. 9ാമത്തെ വാക്യം, നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ശാപത്തിന്റെ കീഴിൽ? കാരണം നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എങ്ങനെയാണ് തോൽപ്പിക്കുന്നത്? ദശാംശത്തിലും വഴിപാടിലും. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയത്തില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതിനാൽ ഞങ്ങൾ തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് കർത്താവ് പറയുന്ന ഉത്തരം എന്താണ്? നിങ്ങളുടെ ദശാംശത്തിലും വഴിപാടിലും. അപ്പോൾ ദശാംശം മുഴുവൻ കർത്താവിന് കൊടുക്കാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നാം മോഷ്ടിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, എവ്രിതിങ് ബിലോങ്സ് ടു ഗോഡ്. സകലതും ദൈവത്തിൻ്റെതാണ്. ഇപ്പൊ ഞാൻ കർത്താവിന് എന്തെങ്കിലും കൊടുത്തിട്ട് കർത്താവിന് ആവശ്യമൊന്നുമില്ലല്ലോ. സകലവും അവനാൻ ഉളവായി, അല്ലേ? എന്നിട്ട് ഞാൻ പോയി തിരിച്ച് കർത്താവിന് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 24:1 ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹി ഓൺസ് ദ കാറ്റൽ ഓൺ 1,000 hills. അവിടെ ചെന്ന് ഞാൻ ഒരു കാളക്കുട്ടി അർപ്പിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അപ്പോൾ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സകലതും, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഈ കാണുന്ന സകലതും ദൈവത്തിൻ്റെതാണ്. എന്നാൽ നമ്മൾ എന്താണ്? വി ആർ ഓൺലി സ്റ്റുവേർഡ്സ്. നമ്മളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന, നമ്മൾ ഇതിൻ്റെ അധികാരികളല്ല, നമ്മൾ ഇതിൻ്റെ വി ആർ നോട്ട് ദി ഓണേഴ്സ്, വി ആർ ജസ്റ്റ് സ്റ്റുവേർഡ്സ്. അപ്പോൾ സ്റ്റുവേർഡ്സ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താണ്? ഇതിനെ മാനേജറായിട്ടാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 10% കൊടുക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ മെയിൻ കാര്യം. പഴയ നിയമത്തിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ പറയാം. അതുകൊണ്ട് സകലതും ദൈവത്തിൻ്റെതാണെങ്കിൽ ഈ 10% കൊടുത്തിട്ട് എന്നാൽ പിന്നെ 90% എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ഉപയോഗിക്കാൻ എന്നുള്ള ലൈസൻസ് അല്ല ദശാംശം എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, 10% കൊടുത്തു, ഇനി 90% ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ളതല്ലേ? ശരിയാണ്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ളതാണ് 10%. നിങ്ങളുടെ ദശാംശങ്ങൾ നിങ്ങൾ അർപ്പിക്കണം. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം.
എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മോശയുടെ ന്യായപ്രമാണത്തിൽ തുടങ്ങിയ ഒരു കാര്യമല്ല. എവിടാണ് ദശാംശം തുടങ്ങുന്നത്? ഉൽപ്പത്തി 14. നമ്മൾ എബ്രായ ലേഖനം പഠിച്ചപ്പോൾ ഓർക്കുന്നല്ലോ, യേശു ക്രിസ്തു മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം. അപ്പോൾ അബ്രഹാം താൻ ഈ ലോത്തിനെ രക്ഷിക്കാൻ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ സകലത്തിന്റെയും 10% എവിടുന്നോ, ശാലേമിന്റെ രാജാവായ മൽക്കീസേദേക്ക് എവിടുന്നോ കടന്നു വരുന്നു, 10% അവന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദശാംശത്തിന്റെ കോൺസെപ്റ്റ് മോശയുടെ ന്യായപ്രമാണത്തിൽ തുടങ്ങിയതല്ല, പിന്നെയോ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് ഈ ദശാംശം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന കാര്യം എന്താണ് വിഷയം? അവർ ദശാംശങ്ങളെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരുടെ ഓഫറിങ് കൊണ്ടുവന്നില്ല എന്നുള്ളതല്ല പരാതി. അവർ കർത്താവിന് ഒന്നും കൊടുത്തില്ല എന്നുള്ളതല്ല പരാതി. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങളുടെ ദശാംശം മുഴുവൻ നിങ്ങൾ കൊണ്ടുവന്നില്ലെന്നുള്ളതാണ്. They did not bring all of the tithe. കർത്താവിന് കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു, പക്ഷെ മുഴുവൻ കൊടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളൊന്ന് ഹോൾഡ് ഓൺ ചെയ്യണം. മുഴുവൻ കൊടുക്കാഞ്ഞത് കൊണ്ട്, അതായത് ദശാംശത്തിന്റെ മുഴുവൻ, ദശാംശം എന്ന് പറഞ്ഞാൽ 1/10, അതാണ് ടൈത്ത്, 1/10, അത് മുഴുവൻ കൊടുക്കാഞ്ഞത് കൊണ്ട് എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ ശാപഗ്രസ്തർ ആകുന്നു. ശാപഗ്രസ്തർ എന്ന് പറഞ്ഞാൽ അവർക്ക് വീടുണ്ട്, പണമില്ലേ? പണമുണ്ട്, പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് ശാപഗ്രസ്തർ എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹത്തിന്റെ കീഴിലല്ല അവർ ജീവിക്കുന്നത്. ഇങ്ങനെയുണ്ട് അനേക വിശ്വാസികൾ. കർത്താവിനെ അറിയാം, രക്ഷിക്കപ്പെട്ടു, ദൈവവചനം അറിയാം, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അങ്ങനത്തെ ആളുകൾ കണ്ടുണ്ടോ? എല്ലാം ഉണ്ട്, പക്ഷെ എന്നാൽ എനിക്കറിയാം കാര്യമായിട്ടൊന്നുമില്ലാത്ത പുള്ളികൾ, എന്നാൽ എല്ലാം ഉണ്ടെന്നുള്ള മട്ടിൽ ജീവിക്കുന്നു. കാരണം എന്നാണെന്നറിയാമോ? ദർ ഇസ് എ ബ്ലെസ്സിങ് ദാറ്റ് ഗോഡ് പ്രൊവൈഡ്സ് ഓവർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. എന്നാൽ അത് നഷ്ടപ്പെടുന്ന ഒരു വഴിയാണ്, ദൈവത്തിന് അർഹിക്കുന്നത് മുഴുവൻ കർത്താവിന് കൊടുക്കാതെ സ്വന്തമായി പിടിച്ചു വെച്ചാൽ ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും. അപ്പോൾ ഇവിടാണ് പ്രശ്നം. ഞങ്ങൾ ഏതിനാൽ തോൽപ്പിച്ചു? നിങ്ങളുടെ ദശാംശങ്ങളിലും, പിന്നെന്താണ് പറയുന്നത്, നിങ്ങളുടെ വഴിപാടുകളിലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടാണ് ചോദ്യം. അപ്പോൾ പഴയ നിയമ പുസ്തകത്തിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരുടെ ഒരു കമാൻഡ്മെന്റ് ആണ് നിങ്ങളുടെ ദശാംശം നിങ്ങൾ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ചോദ്യം, നമ്മൾ പഴയ നിയമത്തിന്റെ കീഴിലല്ല, നമ്മളോ പുതിയ നിയമത്തിന്റെ കീഴിലാണ്. ഓക്കെ, വി ആർ അണ്ടർ ന്യൂ കവനന്റ്. ഈ പുതിയ വാഗ്ദത്തത്തിന്റെ കീഴിലായ ഞാനും നിങ്ങളും ദശാംശം 1/10 കൊടുക്കണോ വേണ്ടായോ? ഓക്കെ, അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരുടെ ആണെന്നുള്ളതും, നമ്മൾ മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ പഴയ നിയമത്തിൽ എന്താണ് ദശാംശം? 10% ആദ്യം പ്രയോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ ഫലം 10% കർത്താവിന് കൊടുക്കും. ഓക്കെ, അത് മൊസൈക്ക് ലോ ആണ്. എന്നാൽ അവിടെ 10% കൂടെ നിൽക്കുന്നില്ല. മറ്റു ചില ദശാംശങ്ങളും, മറ്റു ചില ഓഫറിങ്ങും, മറ്റു ചില വഴിപാടുകളുണ്ട്. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25% വരും. കേട്ടല്ലോ, അത് പഴയ നിയമത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. പഴയ നിയമത്തിലെ വഴിപാടുകൾ ഇത് മാൻഡേറ്ററി ആണ്, 10% മാൻഡേറ്ററി. പക്ഷെ വഴിപാടുകളും ഓഫറിങ്സും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 23 തൊട്ട് 25% വരെ, അറ്റ്ലീസ്റ്റ് 20% ഉണ്ട്. ഇത് പഴയ നിയമത്തിൽ. പിന്നെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ടൈതിങ്ങിനെ കുറിച്ച് പരീശന്മാരോട് സംസാരിച്ചപ്പോൾ ടൈതിങ് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ക്രിസ്തു മരിച്ചു കഴിയുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ പുതിയ നിയമത്തിന്റെ ഭാഗവാക്കുകൾ നമ്മൾ ആകുന്നത്. യേശു ക്രിസ്തു ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്ന ഏത് കാലഘട്ടമാണ്? മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് യേശുവിനെയും പരിച്ഛേദന ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അണ്ടർസ്റ്റുഡോ? അപ്പോൾ യേശു ക്രിസ്തു ജീവിച്ച കാലഘട്ടം. അപ്പോൾ എന്ത് നമ്മൾ വായിച്ചാലും കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. സോ യേശു ക്രിസ്തു മരിച്ചു ഉയർക്കുന്നത് വരെ ഇത് പുതിയ നിയമമല്ല, പഴയ നിയമത്തിന്റെ കീഴിലാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനിയും ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ടൈത്ത്? അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ എന്തിന് ദശാംശം കൊടുക്കണം? ഓക്കെ, നോക്കാം. പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഫസ്റ്റ്
ആവർത്തന പുസ്തകം 14:27. നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നു കളയരുത്, അവന് നിന്നോടുകൂടെ ഓഹരിയും അവകാശം ഇല്ലല്ലോ. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട പഴയ നിയമ കോൺസെപ്റ്റിൽ ദശാംശം കൊടുക്കുന്നത് ആർക്കാണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലേവിയൻ, അതായത് പുരോഹിതനുള്ളതാണ് ദശാംശം. രണ്ട്, കൂടാരം, അതായത് സമാഗമന കൂടാരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കോൺടെക്സ്റ്റ് ആണ്. പഴയ യഹൂദന്മാർ ജീവിച്ചത്, ദേ ലിവ്ഡ് അണ്ടർ എ തിയോക്രസി. തിയോക്രസി എന്ന് പറഞ്ഞാലേ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ജനിച്ചത്. അതായിരുന്നു ഗവൺമെന്റ്. ദ ഗവൺമെന്റ് വാസ് റൺ ബൈ ഗോഡ്. ദൈവം ഈ നിയമത്തെ ആളുകളുടെ ഇടയിൽ നിയമിച്ചത് ലേവ്യരിലൂടെയാണ്, പുരോഹിതന്മാരിലൂടെയാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഓടിക്കാൻ വേണ്ടി ദൈവം അവരോട് പറഞ്ഞതാണ്, ദൈവത്തിന്റെ ആലയത്തിലും പുരോഹിതന്മാർക്കുള്ള കാണിക്കയാണ് ദശാംശം. മനസ്സിലായോ? അപ്പോൾ പുരോഹിതന്മാർക്കുള്ള പണമാണ് എന്ത്? പഴയ നിയമത്തിൽ ദശാംശം എന്ന് പറയുന്നതും ഈ സമാഗമന കൂടാരവും ആ ഓപ്പറേഷൻസ് റൺ ചെയ്യാനുള്ള പണമാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ നമ്മളും പുതിയൊരു നിയമത്തിന്റെ കീഴിലാണ്. പിന്നെ ഈ ദശാംശം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? എന്തിനു വേണ്ടിയാണ് ദശാംശം? അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമത്തിലും ഞാൻ ദശാംശം കൊടുക്കുമ്പോൾ, ദശാംശം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് കർത്താവിന് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ സപ്പോർട്ട് നിൽക്കുന്നു. സോ ഒന്നാമത് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിൻ്റെ കാരണം, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഗോഡ്സ് ഹൗസ്. അപ്പോൾ എൻ്റെ ദശാംശം അല്ലെങ്കിൽ എൻ്റെ പണം, എൻ്റെ കയ്യിലുള്ളത് ദൈവം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? വൈ? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വേലയുടെ വർധനവിന് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഐ ഗിവ് ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ഗോഡ്സ് വർക്ക്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേകർ, അവരുടെ കൈത്താങ്ങൽ, അവർക്ക് വേണ്ടി ഞാൻ പുറകിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഗോഡ്സ് ഹൗസ്. 1 തിമോത്തിയോസ് 5:17-18, 1 Timothy 5:17. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. നിങ്ങളെ വിശ്വസ്തമായി നിങ്ങളെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വഴിയിൽ നടത്തുന്നവരെ നിങ്ങൾ മാനിക്കണം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവചനത്ത് എഴുതിയിട്ടുണ്ടല്ലോ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ രാജ്യത്തിൽ വലിയ വില കൊടുത്ത് നിൽക്കുന്നവരുടെ പിന്നിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ദശാംശം കൊടുക്കുന്നത്. ആദ്യം അത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇതെല്ലാം മേടിക്കാൻ കഴിയും, ഇതിനെല്ലാം മേടിക്കാനുള്ള അർഹത എനിക്കുണ്ട്. ഞാൻ വാങ്ങിക്കാത്തത് ഒരൊറ്റ കാരണമാണ്. എന്താണ്? സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഞാൻ ഇതൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം എന്നാൽ വാങ്ങിച്ച അവസരങ്ങളുണ്ട്. താൻ യെരുശലേമിലെ വിശ്വാസികൾക്ക് വേണ്ടി താൻ ഓഫറിങ് ശേഖരിച്ചതുണ്ട്, തനിക്ക് വേണ്ടിയല്ല ഓഫറിങ്. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കൊട്ടരുത്. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി കരുതുന്നത് ദൈവമക്കളുടെ ചുമതലയാണ്. രാവും പകലും എല്ലാം വിട്ട്, എല്ലാ അവസരങ്ങളും വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ പിറകിൽ നിൽക്കുക എന്നുള്ളത് ദൈവമക്കളുടെ ഭാഗ്യവും റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിത് വാങ്ങിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ തരാൻ പാടില്ലെന്നോ ഞാനിത് വാങ്ങിക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ല. പിന്നെ ഇത് കാരണം ഇനിയും പറയരുത്, ഇത് കാശിന് വേണ്ടി ഇറങ്ങിയവനാണ് മറ്റുള്ളവരെ പോലെ, ദേമാസിനെ പോലെ. അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രമാണം മനസ്സിലാകുന്നു. കൊടുക്കുക എന്നുള്ളത് ദൈവസഭയുടെ, ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ദൈവദാസന്മാർ അത് ചൂഷണം ചെയ്യരുത് എന്നുള്ളത് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം കൂടാണെന്നുള്ളത് മനസ്സിലാക്കുക. വൈ ഷുഡ് വി ടൈത്ത്? രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് നാം നമ്മുടെ കയ്യിലുള്ളത് കർത്താവിൻ്റെ വിലയ്ക്ക് കൊടുക്കണം? 2, ഇറ്റ് ഡിസ്ട്രോയ്സ് ഗ്രീഡ്. പണത്തോടുള്ള നമ്മുടെ ആർത്തിയെ, ജനറോസിറ്റിയാണ് കൊല്ലുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പണത്തോടുള്ള ആ ഒരു അത്യാഗ്രഹം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പെട്ടെന്നുണ്ടാകും. പക്ഷെങ്കിൽ ഇത് പുറത്ത് വെളിപ്പെടാൻ പ്രയാസമാണ്. ഈ ആർത്തിയും ഇതെല്ലാം അകത്ത് കിടക്കും. പലപ്പോഴും ഇത് പുറത്ത് പ്രത്യക്ഷപ്പെടത്തില്ല. ഈ പാപത്തെ, ഈ അത്യാഗ്രഹത്തെ കൊല്ലുന്ന ഏക വഴി എന്ന് പറയുന്നത് ജനറോസിറ്റിയാണ്. ജനറോസിറ്റി, വാരി വിതറി കൊടുക്കുക എന്നുള്ളതാണ് അത്യാഗ്രഹത്തിനെ കൊല്ലാനുള്ള ഏക വഴി. കർത്താവേ, എൻ്റെ അത്യാഗ്രഹത്തെ കൊല്ലണമെന്ന് പ്രാർത്ഥിച്ചാൽ അതൊരു പ്രത്യേക വരമായിട്ട് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ?
ദി ഓൺലി വേ ടു ഫൈറ്റ് ഗ്രീഡ് ഇസ് ജനറോസിറ്റി. കയ്യിലുള്ളത് കൊടുത്താൽ മാത്രമേ പണത്തിന് നമ്മുടെ മേലുള്ള ഹോൾഡ് നമുക്ക് തകർക്കാൻ ഒക്കത്തുള്ളൂ. വേറെ ഒരു വഴിയില്ല, ഇതിന് വേറൊരു വഴിയില്ല. പണം കർത്താവെ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല, എനിക്ക് പണത്തോടൊരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ ബന്ധനത്തെ പൊട്ടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, വാരി വിതറി കൊടുക്കുക, വേറെ വഴിയില്ല. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാൻ പണം കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ദൈവത്തോട് പറയാണ്, കർത്താവെ ഐ ആം ഓൾ ഇൻ. എൻ്റേത് സകലതും നിൻ്റേതാണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഡെമൺസ്ട്രേഷൻ ആണ് ദാറ്റ് ഐ ആം ഓൾ ഇൻ. മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് 3 കൺവേർഷൻസിൻ്റെ ആവശ്യമുണ്ട്, 3 രൂപാന്തരങ്ങൾ. ഒന്ന്, ഹൃദയത്തിൻ്റെ രൂപാന്തരം, കൺവേർഷൻ ഓഫ് ദ ഹാർട്ട്. 2, മനസ്സിൻ്റെ രൂപാന്തരം. 3, പേഴ്സിൻ്റെ രൂപാന്തരം. പേഴ്സിൻ്റെ രൂപാന്തരം. 3. ചിലരാണെങ്കിൽ ഹൃദയം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു, പക്ഷേ മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടില്ല. ചിലർ മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ പേഴ്സ് രൂപാന്തരപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരിക്കലും ഒരുത്തനും ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കാൻ ഒക്കത്തില്ല. ഒരു മെറ്റീരിയലിസ്റ്റിക് സാധനത്തെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് എങ്ങനെ വെക്കാൻ പറ്റും? അപ്പോൾ പണമെന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് പവർ മാത്രമല്ല, അതൊരു സ്പിരിച്വൽ പവർ ആണെന്നുള്ളതാണ് ദൈവം കാണിച്ചത്, കർത്താവ് പറഞ്ഞത്. ഇതിന് മനുഷ്യരുടെ മേലുള്ള പിടി, പണത്തിന് വേണ്ടി അന്നാന്നുള്ള മലയാളത്തിൽ നമ്മൾ പറയുന്നത്, പണത്തിന് മേലെ പരുന്തും പറക്കും എന്ന് പറഞ്ഞാൽ, ഈ പണത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള കാര്യം, കൊല്ലണേ കൊല്ലും, ഇല്ലേ, ചതിക്കണേ ചതിക്കും, ഏത് പരിപാടിയും കാണിക്കും. അതാണ് പണത്തിൻ്റെ പവർ. പണത്തിൻ്റെ പവർ, അത്യാഗ്രഹം, എത്രയുണ്ടെങ്കിലും പോരാത്തൊരനുഭവം. അതിനെ കൊല്ലണമെങ്കിൽ വിശ്വാസി കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ല, വേറെ വഴിയില്ല, അതിനെ കൊല്ലാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവ ആലയത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെയാണ് ദൈവം കരുതുന്നത്, ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ. 2, എൻ്റെ ഉള്ളിലുള്ള അത്യാഗ്രഹത്തെ കൊല്ലുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള പണം കൊടുക്കുമ്പോൾ. 3, ഞാൻ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം എന്നുള്ളത് കർത്താവിനോടും എന്നോടും ഡെമൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഞാൻ കൊടുക്കുമ്പോഴാണ്. അയ്യോ, ഇത്രയും കൂടെ കാശ് ഞാൻ പിടിച്ചു വെച്ചാൽ എനിക്ക് ഇതുകൂടെ ചെയ്യാമല്ലോ, ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? കർത്താവേ, എൻ്റെ പണത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, നീയാണ് എനിക്ക് കരുതുന്നത്, നീ എൻ്റെ യഹോവ ഈരേ എന്നുള്ളതിൻ്റെ ഡെമൺസ്ട്രേഷനാണ്. ഈ ബാക്കിയുള്ളതും കൂടെ ഞാൻ പിടിച്ച് വെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ദശാംശത്തിൻ്റെ ആദ്യ ഫലം കൊണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ മാനിക്കുന്ന ഒരു വിധമാണ്, യഹോവേ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. ഹൗ ഡു യു ഷോ ഓണർ ടു ഗോഡ്? കർത്താവേ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു 10 പ്രാവശ്യം പറയുന്നതിലല്ല. അതിൻ്റെ ഒരു നല്ല അടയാളമാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ that I'm telling God, I trust you. കർത്താവെ, എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ സേവിങ്സിലല്ല എൻ്റെ ആശ്രയം, നീയാണ്, യു അലോൺ ആർ മൈ സോഴ്സ് എന്ന് പറയുന്നത്. 4, എന്തുകൊണ്ട് നാം കൊടുക്കണം? 4, യു വോണ്ട് ടു ബി ഒബീഡിയൻറ്റ് ടു ദ ഗ്രേറ്റ് കമ്മീഷൻ. ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഏറ്റവും വലിയ കമ്മീഷനാണ്. എന്താണ്? അപ്പോസ്തലപ്രവൃത്തി നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. ആ വലിയ കമ്മീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വേലയിലേക്ക് നമ്മൾ ആ കമ്മീഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവെ, ഭൂമിയുടെ അറ്റത്തോളം, ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ അതുകൊണ്ട് പോകുന്ന ഒരാളുടെ പിന്നിൽ നിൽക്കും. എനിക്ക് പോകാൻ സാധിക്കത്തില്ല കർത്താവെ, ആ ജമ്മു പാകിസ്ഥാൻ ബോർഡറിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ സഹോദരൻ ഉണ്ടല്ലോ, ആ സഹോദരൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നതാണ് ഗ്രേറ്റ് കമ്മീഷൻ്റെ പിറകിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ 4 കാര്യം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ കൊടുക്കണം. എന്തുകൊണ്ട് നമ്മൾ കൊടുക്കണം? 1, ഇത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക്, ദൈവത്തിൻ്റെ ഭവനത്തിന് വേണ്ടി കരുതുന്ന മാർഗമാണ് ഇത്. 2, എൻ്റെ ഉള്ളിലെ അത്യാഗ്രഹത്തെ കൊല്ലുന്നതാണ് ജനറോസിറ്റി. 3, ദൈവത്തെ ഞാൻ മാനിക്കുന്ന ഒരു വിധമാണ്, കർത്താവെ നീയാണ് എൻ്റെ സ്രോതസ് എന്ന് പറയുന്ന അനുഭവം. 4, കർത്താവ് തന്നിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുക. അതൊരു ഓപ്ഷൻ അല്ല, അതൊരു കമാൻഡാണ്. ആ കമാൻഡ് ഞാൻ ഫുൾഫിൽ ചെയ്യുന്നതിൻ്റെ ഒരു വിധം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നവരുടെ പിന്നിൽ നിൽക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടാണ് നിങ്ങളുടെ where your treasure is,
there your heart will be also. എവിടാണ് നിങ്ങളുടെ ധനം ആണോ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ധനം എവിടെയോ അവിടാണ് നിങ്ങളുടെ ഹൃദയം. ദാറ്റ് ഇസ് വെയർ യുവർ ഹാർട്ട് ഇസ്. വെയർ യുവർ ട്രഷർ ഇസ്, there your heart will be also. അതുകൊണ്ട് ആം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ പണം എവിടാ പോകുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ ഹൃദയം എവിടാണെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടരുതെന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഇട്ടിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പണം ഇട്ടിട്ടുണ്ട്. പണം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ? ഈ സ്റ്റോക്ക് മാർക്കറ്റ് മേളിലോട്ട് പോയോ താഴോട്ട് പോയോ, അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ പണം അവിടെ ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടാഞ്ഞ സമയത്ത് ആളുകൾ വന്ന് പറയും, എടാ ഇന്ന് 200 പോയിന്റ് താഴെ പോയടാ, ഇത്രയും പോയി. അത് പോയാൽ എനിക്ക് തന്നെ താഴെ പോവോ മേളിൽ പോവോ എന്തേലും ആയിക്കോട്ടെ, എൻ്റെ നിധി അവിടെ ഉണ്ടെങ്കിലല്ലേ എൻ്റെ ഹൃദയം അതിനകത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ ഹൃദയം എവിടെ ഉണ്ട്? ഇപ്പൊ ചിലർ പറയും, ആ ഛത്തീസ്ഗഡിലെ ആ മിഷണറിയെ തല്ലിയത് നമുക്കെന്നെ. എൻ്റെ സഹോദരനാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുമോ? എൻ്റെ മകനാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുമോ? പറയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ, എവിടാണ്, വേർ ഇസ് മൈ ട്രഷർ, എൻ്റെ നിധി എവിടാണ്, അവിടെ ഇരിക്കും എൻ്റെ ഹൃദയം. പല വിശ്വാസികളും എല്ലാ കാര്യവും കറക്റ്റാണ്, അവരുടെ വർത്താനം കറക്റ്റാണ്, അവരുടെ പാട്ട് കറക്റ്റാണ്, അവരുടെ ഭാഷ കറക്റ്റാണ്, ഭയങ്കര ദൈവസ്നേഹം. പക്ഷെ എവിടാ ഹൃദയം എന്നറിയാം? ലോകത്തിൻ്റെ കാര്യങ്ങളുടെ മുകളിലാണ്. നല്ല ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം, സേവിങ്സ് വേണം, ഇതെല്ലാം വേണം. ഉണ്ടാക്കരുതെന്നൊന്നും അല്ല ഈ പറയുന്നത്. എത്രയും ഉണ്ടാക്കാമോ അത്രയും ഉണ്ടാക്കിക്കോളാം, അല്ലേ? നമ്മുടെ ജോൺ വെസ്ലി പറഞ്ഞ പോലെ, മേക്ക് ഓൾ യു ക്യാൻ, സേവ് ഓൾ യു ക്യാൻ ആൻഡ് ഗിവ് ഓൾ യു ക്യാൻ. എത്രയൊക്കെ ഉണ്ടാക്കാമോ നേർവഴിയിൽ നല്ലതുപോലെ ഉണ്ടാക്കുക, എത്രയൊക്കെ സേവ് ചെയ്യാമോ അത്രയൊക്കെ സേവ്, പിന്നെ കൊടുക്കാവുന്ന എത്രയുമോ അത്രയും കർത്താവിന് വേണ്ടി കൊടുക്കുക. പക്ഷെ നമ്മുടെ ഹൃദയം എവിടാണെന്നുള്ളതിൻ്റെ ഒരു നല്ല അളവുകോലാണ് നാം എവിടാണ് നമ്മുടെ പണം ഇടുന്നത്. ഈ ചോദ്യം, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് ജനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ലേവ്യനും പുരോഹിതനും ദശാംശം കൊടുക്കണം, പഴയ നിയമം അനുസരിച്ച്. മനസ്സിലായോ? ഇത് ജനത്തിന് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല. ചിലരാണെങ്കിൽ ആളുകളെ കൊണ്ട് കൊടുപ്പിക്കുക, ഇങ്ങനെ എല്ലാവരും. ഞാൻ ചിലപ്പോഴും കേട്ടിട്ടുണ്ട്, നിൻ്റെയൊക്കെ ആവശ്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി നൽകി കൊടുക്കും, പക്ഷെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരണം എന്നുള്ള മട്ടിൽ. അതെവിടെ നിന്ന് വന്ന ഒരു ലോജിക്കാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കണം. വൈ ഷുഡ് വി ടൈത്ത്? ഒന്ന്, ദൈവ വേലയ്ക്ക് വേണ്ടി കരുതുന്ന വിധം. 2, എൻ്റെ ജീവിതത്തിൻ്റെ അത്യാഗ്രഹം, ആർത്തിയെ കൊല്ലുന്ന കാര്യം. 3, ഞാൻ ദൈവത്തെ മാനിക്കുന്ന വിധമാണ് കർത്താവിന് കൊടുക്കുമ്പോൾ. 4, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു പങ്ക് ഞാൻ വഹിക്കുന്നു, അതിന് അനുസരണക്കേട് എനിക്ക് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലെ പണം കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. പിന്നെ 5-മത്തെ കാര്യം, എന്തുകൊണ്ട് ഞാൻ കൊടുക്കണം? ഇത് അനുഗ്രഹത്തിൻ്റെ വഴിയായതുകൊണ്ട്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ പരീക്ഷിച്ചോളാം, യു ടെസ്റ്റ് മീ ഓൺ ദിസ്. എന്താണ്? ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ, ആ അനുഗ്രഹം എന്ന് പറയുന്ന എബ്രായ പദത്തിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം നിനക്ക് കിട്ടുമെന്നല്ല. അതല്ല. ഇന്ന് അനേകർ പറയുന്നുണ്ട്, നിങ്ങൾ $100 തന്നാൽ അത് $200 ആകും, $200 തന്നാൽ 400. ഇതെന്തുവാ? ഡബിളിങ് സ്കീമോ? അങ്ങനൊന്നും ഒരു സ്കീമില്ല അത് കർത്താവിന്. ഈ ചിലരുണ്ട്, ഈ മ്യൂച്വൽ ഫണ്ട് പറയുന്നു, സാർ 3 വർഷം ഇട്ടാൽ മതി ഡബിൾ ചെയ്ത്. കർത്താവിനാ ഡബിളിങ് സ്കീം നടത്തുവാണ്? അതൊന്നും അല്ല ഇത്. ആകാശത്തിൻ്റെ കിടുവാതികളെ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റൂട്ട് വേർഡ്, അതിൻ്റെ ശാലോം, പീസ് എന്ന് അതിൻ്റെ അർത്ഥം. പീസിൻ്റെ റൂട്ട് വേർഡാണ്. അനേകർക്ക് അതുകൊണ്ടാണ് ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷെങ്കിൽ സമാധാനം ജീവിതത്തിലില്ല. കാരണം എന്നാ? ഇതിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, when you tell God that you trust him by letting go of your money, God will bless you with his divine peace. അതല്ലേ ഒന്നുമില്ലാത്തവനും സമാധാനത്തോടെ കിടക്കുന്നതിൻ്റെ കാരണം അതാണ്. സോ 5-മത് ഞാൻ എന്തുകൊണ്ട് കൊടുക്കണം? ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വരണമെങ്കിൽ ഞാൻ കൊടുക്കണം. അത് കൊടുക്കുന്നത് എൻ്റെ ഭാഗമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ കൊടുത്താൽ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. ഈ കിട്ടിയത് എൻജോയ് ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം വേണ്ടേ? കിട്ടിയത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം വേണ്ടേ?
കിട്ടുന്നതിൽ സന്തോഷിക്കണമെങ്കിലും തൃപ്തരാകണമെങ്കിലും കർത്താവിൻ്റെ അനുഗ്രഹം വേണ്ടേ? സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി അബണ്ടൻസ് ഓഫ് വാട്ട് യു ഹാവ്. നമുക്കുള്ളതിൻ്റെ അബണ്ടൻസ് അല്ല, പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ, ആ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ വസിക്കുന്നത് പോലെ ജീവിതത്തിന് സംതൃപ്തിയും സന്തോഷവും നൽകുന്ന വേറെ ഒന്നും ഇല്ല. ഞാൻ പ്രിയമുള്ളവരെ പറയട്ടെ, പല ദൈവമക്കളും ദൈവം ആഗ്രഹിക്കുന്ന അബണ്ടന്റ് ലൈഫ്, സമൃദ്ധമായ ജീവിതം ജീവിക്കാത്തതിൻ്റെ കാരണം പണമില്ലാഞ്ഞതുകൊണ്ടല്ല, പണത്തിന് അവരുടെ മേലുള്ള പിടി കാരണം. ദേ ആർ നോട്ട് ഏബിൾ ടു ബിൽഡ് എ സ്പിരിറ്റ് ഓഫ് ജനറോസിറ്റി. ഞാൻ മിഷൻസ് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴേ, മിഷൻസ് ഇന്ത്യയുടെ വേലയിൽ ഞാൻ 570 മിഷണറിമാരും അനേകായിരങ്ങൾ വിശ്വാസികളും നൂറുകണക്കിന് മിഷൻ സ്റ്റേഷൻസിലും, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ നിൽക്കുന്നതെന്നൊക്കെ എല്ലാവരും ചോദിക്കും. FCRA നിങ്ങളുടെ ക്യാൻസൽ ആകുമ്പോൾ ആര് ഇങ്ങനെയൊക്കെ ഒത്തിരി ആളും ഞാൻ ഒരു കാര്യം പറയും, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് സാധാരണ ദൈവമക്കളാണ്. ഒരുപാട് പണം ഉള്ളവരല്ല ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. മിഷൻസിൻ്റെ അറിയാവുന്നവർക്കറിയാം. ഒരുപാട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും, പക്ഷെ പലരും കൊടുക്കാറില്ല. വളരെ തുച്ഛമായ ശമ്പളം കിട്ടുന്നത്. കഥകൾ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ പറയും. അത് ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു കപ്പലണ്ടിക്കാരനുണ്ട്. ആ പുള്ളിയുടെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എല്ലാ മാസവും ആ കപ്പലണ്ടി കച്ചവടത്തിൻ്റെ ഒരു ഭാഗം അവിടെ ചെന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. പുള്ളിക്ക് മസ്റ്റാണ് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിരിക്കണമെന്നുള്ളത്. കപ്പലണ്ടി കച്ചവടക്കാരൻ വഴിയിൽ നിന്ന് വിൽക്കുകയാണ്. അങ്ങനെയുള്ള അനേകരാണ് ഈ വേലയുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ അനേകരും ഈ സമൃദ്ധിയിലേക്ക് വരാത്തതിൻ്റെ കാരണം കയ്യിലുള്ളത് കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. സി, ഇറ്റ് ഇസ് എ സ്പിരിറ്റ്. അതാ ഞാൻ പറഞ്ഞു, ഇതൊരു ആത്മാവാണ്, ദ സ്പിരിറ്റ് ഓഫ് ജനറോസിറ്റി. അങ്ങനെയുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പണം ഇല്ലെങ്കിലും ജീവിതത്തിൽ ഒരു സമൃദ്ധിയുണ്ട്, അതിന് അബണ്ടൻസ് ഇൻ ദ ലൈഫ്. അവരെ കാണുമ്പോൾ നമുക്കറിയാം, അവരുടെ അടുക്കലൊന്നും വലിയ പണമൊന്നുമില്ല, പക്ഷെ അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു സമൃദ്ധി. ദൈവം പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്നെ പരീക്ഷിച്ചുകൊള്ളുവീൻ, ഞാൻ ആർക്കും കടക്കാരനല്ല എന്നുള്ളത് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ദശാംശം കൊടുക്കണം? ദശാംശം എന്ന് പറയുന്നത് ടൈത്ത് അല്ല എന്നുള്ള കാര്യം ന്യൂ ടെസ്റ്റമെന്റിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞു. പിന്നെ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയാം. സോ ഹൗ ഷുഡ് വി ഗിവ്? 1 കൊരിന്ത്യർ 16 1 മുതൽ 4 വരെ. 1 Corinthians 16:1-4. വിശുദ്ധന്മാർക്കുള്ള വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭയോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടായിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ള ഇത് ചരിതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. ഓക്കെ, എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് സ്പെയർ ചെയ്ത് മാറ്റിവെക്കണം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും. ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോട് കൂടി പോരാ. അപ്പോൾ എങ്ങനെ കൊടുക്കണം? 1, വി ഹാവ് ടു ഗിവ് ഓൺ എ പീരിയോഡിക് ബേസിസ്. എന്തുകൊണ്ടാണ് പീരിയോഡിക് ബേസിസ്? ആണ് സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ കൊടുക്കുമ്പോൾ. 2, ഇറ്റ് ഹാസ് ടു ബി പ്ലാൻഡ്. എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല. കർത്താവെ, ഈ മാസം ഞാൻ ഏത് കാര്യത്തിന് വേണ്ടി കൊടുക്കണം, ഏത് ഉദ്ദേശത്തിന് വേണ്ടി കൊടുക്കണം, ആർക്കാണ് കർത്താവ് എൻ്റെ പണം കൊണ്ട് ആവശ്യം, ഏത് മിഷണറിയെ ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിക്കണം. ആ സമയത്ത് ചിന്തിക്കാൻ പോകാൻ പറ്റത്തില്ല. നമ്മൾ വീടിൻ്റെ EMI ഒക്കെ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നേരത്തെ പ്ലാൻ ചെയ്യണം. ദിസ് ഷുഡ് ബി പാർട്ട് ഓഫ് എ ഫൈനാൻഷ്യൽ പ്ലാനിങ്. 3, ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ. എന്താണ് പറയുന്നത്? ഓരോരുത്തന് തനിക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോരുത്തന് തൻ്റെ കഴിവിനനുസരിച്ച്. ഇപ്പം എനിക്ക് 10,000 രൂപ ശമ്പളമാണെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച്, എനിക്ക് 1,00,000 രൂപയാണ് ശമ്പളമെങ്കിൽ അതിനനുസരിച്ച്, എനിക്ക് 10,00,000 രൂപയാണ് ശമ്പളമെങ്കിൽ അതിന്, ഓരോരുത്തരുടെ കഴിവനുസരിച്ച് പ്രൊപ്പോർഷണലായിരിക്കണം. ഇപ്പോൾ ഒരുപാട് പണം കിട്ടുന്നവൻ ഒരു ചെറിയ സംഖ്യ അവനെ സംബന്ധിച്ചുള്ള കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അധികം പണമില്ലാത്ത ആള് തനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു വലിയ ശതമാനം കൊടുക്കുമ്പോൾ, ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു our blessings. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 1, പീരിയോഡിക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കണം. 2, നേരത്തെ പ്ലാൻ ചെയ്ത് വേണം ഇത് കൊടുക്കാൻ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ല. 3, ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു our blessings.
നമുക്ക് കർത്താവ് പലർക്കും പലതാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലരുടെയും സാമ്പത്തിക നിലവാരം പല മേഖലയിലായിരിക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അയ്യോ അയാൾക്ക് ഒരുപാട് പണമുണ്ട്, ഓ ഇയാൾക്ക് ഒട്ടുമില്ല, അയ്യോ അയാളായിരിക്കും കൂടുതൽ ഭക്തൻ, അങ്ങനൊന്നുമല്ല. പണം കൂടുതലുള്ളവന് ഭക്തി കുറവോ ഒന്നുമില്ല. പലർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ചിലർ ഒരുപാട് ശരിക്കും അധ്വാനിച്ചത് കൊണ്ട് പലരെക്കാട്ടിലും കൂടുതൽ പണം ഉണ്ടായിരിക്കും. അവർ ബിസിനസ് നല്ലതുപോലെ നടത്തിയത് കൊണ്ടും അവർ കിടന്നുറങ്ങാഞ്ഞത് കൊണ്ടും അവരുടെ കൂടുതൽ പണം കാണും. നമുക്ക് അറിഞ്ഞുകൂടാ, ഫോർ വേരിയസ് റീസൺസ്. എന്നാൽ ആ പണത്തിൻ്റെ, നമുക്ക് കിട്ടിയ പണത്തിൻ്റെ പ്രൊപ്പോർഷനറ്റ് ആയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അതുകൊണ്ടാണ് ചിലർ വിധവയുടെ 2 വെള്ളിക്കാശ് നിങ്ങളെല്ലാം ഇട്ടതിനേക്കാട്ടിലും കൂടുതലാണ് കർത്താവ് പറഞ്ഞതിന്റെ കാരണം, പ്രൊപ്പോർഷനറ്റ്ലി ഇറ്റ് വാസ് മച്ച് മോർ. അപ്പോൾ ദൈവത്തിന്റെ കണ്ണ് എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് അറിയാം? പ്രൊപ്പോർഷൻ, അമൗണ്ട് അല്ല നോക്കുന്നത്, പ്രൊപ്പോർഷൻ ആണ് നോക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. സോ ഹൗ ഷുഡ് വി ടൈത്ത്? പീരിയോഡിക്കലി, പ്ലാൻഡ് ആൻഡ് പ്രൊപ്പോർഷണൽ. ഒരു എക്സ്ട്രാ ഗൈഡൻസ് കൂടെ ഞാൻ തരാം. 4ാമത്തെ കാര്യം, പ്രൈവറ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇടം കൈ കൊടുക്കുന്നത് അല്ല വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. യു ഹാവ് ടു ബി പ്രൈവറ്റ് അബൌട്ട് ഇറ്റ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇത് പബ്ലിക് ആക്കാൻ ശ്രമിക്കും. കാരണം പബ്ലിക് ആക്കുമ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടെ കൊടുക്കും, അല്ലേ? ശരിയാണ്. കാരണം നമ്മുടെ ജഡത്തിന്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ പേരൊന്ന് വിളിച്ചു, സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം പ്രൈവറ്റ് ആയിട്ട് കൊടുക്കണം. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. അപ്പോഴാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഇത് കാണുകയും നമ്മളെ ആദരിക്കുകയും ചെയ്യുന്നത്. സോ ദിസ് ഇസ് വെരി 4 P's ആണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി പീരിയോഡിക്, ഇറ്റ് ഷുഡ് ബി പ്ലാൻഡ്, ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൈവറ്റ്. അതുകൊണ്ടാണ് ഒരു സർവീസിന് പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏറ്റവും നല്ല നോട്ട് എടുത്ത് വലത്തെ കൈ പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുത്ത, ഇതൊന്നും ദൈവികമായ, ദീസ് ആർ നോട്ട് ബിബ്ലിക്കൽ ടീച്ചിങ്സ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഒന്നാമത് പബ്ലിക് എന്താ പറയണ്ടേ, പബ്ലിക് ഷോ ഓഫ് ഡൊണേഷൻസ് എന്നൊക്കെ പറയുന്നത് ദൈവികമായ ഇറ്റ് ഈസ് നോട്ട് എ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അറ്റ് ഓൾ. ഓക്കെ, ആരെങ്കിലും അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തിന് വിരോധമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദീസ് ആർ നോട്ട് ബിബ്ലിക്കൽ. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് കിട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എക്സ്ട്രാ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ 2 കൊരിന്ത്യർ 9:6 മുതൽ 8 വരെ, 2 Corinthians 9:6-8. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തൻ ആകുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹൗ ഷുഡ് യു ഗിവ്? യു ഷുഡ് ബി സാക്രിഫിഷ്യൽ ആൻഡ് ജനറസ്. മനസ്സിലായോ? ചിലരുണ്ട് ചോദിക്കുന്നത്, ഹൗ മച്ച് ഷുഡ് ഐ ഗിവ് ബെയർ മിനിമം ടു പ്ലീസ് ഗോഡ്? അങ്ങനെയുള്ളവന് ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതാ? ഞാൻ എത്ര കൊടുക്കണം, ഇത്ര കൊടുക്കണോ, അത്രയും മാത്രം മതിയോ, അതോ നെറ്റിന്റെ വേണോ, ഗ്രോസ് ഇൻകം, എൻ്റെ സാലറിയുടെ ടാക്സ് കഴിഞ്ഞ്? സി, ഇഫ് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് കാൽക്കുലേറ്റിംഗ് ആൻഡ് ഗിവിങ്, കൊടുക്കാതെ അങ്ങിരിക്കുക. ഇവിടെ എന്നാ പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ. യു ഗിവ് സാക്രിഫിഷ്യലി ആൻഡ് ജനറസ്ലി. സി, എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്താ? കർത്താവിനാണ് കൊടുക്കുന്നത്, വേറെ ആർക്കും അല്ല കൊടുക്കുന്നത്. സന്തോഷത്തോടെ. സോ ഇറ്റ്സ് സാക്രിഫിഷ്യൽ, ഇറ്റ് ഇസ് ജനറസ്. അപ്പോൾ ബെയർ മിനിമം കൊടുക്കുക എന്നുള്ളതല്ല, എനിക്ക് ആവോളം സന്തോഷത്തോടെ കൊടുക്കുക. സോ യു ഹാവ് ടു ബി സാക്രിഫിഷ്യൽ ആൻഡ് ജനറസ്. 2, ഇറ്റ് ഷുഡ് ബി ഫ്രീലി ഗിവൻ, നോട്ട് ഔട്ട് ഓഫ് ഗിൽറ്റ് ഓർ മാനിപ്പുലേഷൻ. മനസ്സിലായോ? ഫ്രീലി ഗിവൺ. നീ കഴിഞ്ഞ മാസം കൊടുക്കാഞ്ഞത് കൊണ്ടാ ഈ മാസം കടം കയറി നിന്റെ വീട് ജപ്തിയായി പോയത്. അങ്ങനെ ആരും കൊടുക്കണ്ട, ഒരു മനുഷ്യനും കൊടുക്കണ്ട. ഭയം കൊണ്ട് ആരും കർത്താവിന് കൊടുക്കരുത്. അയ്യോ, ഞാൻ അഥവാ ഇനിയും കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇനി അടുത്ത വർഷത്തെ എൻ്റെ സാലറി റേസ്, പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് കിട്ടത്തില്ല. അങ്ങനെ ആരും കൊടുക്കരുത്. ഡോണ്ട് ഡു ഇറ്റ് ഔട്ട് ഓഫ് ഗിൽറ്റ് ഓർ മാനിപ്പുലേഷൻ. ചിലരാണെങ്കിൽ മാനിപ്പുലേറ്റ് ഏതാ, അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കുന്നവരുണ്ട്. ഏതാ? കാരണം പ്രാസംഗികൻ പറഞ്ഞു, നീ 5 ഇട്ടാൽ 10, 10 ഇട്ടാൽ 20, എന്നാൽ പിന്നെ കൊടുത്തേക്ക് ഡബിളിങ് സ്കീമിലേക്ക്. അങ്ങനെ ആരും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനവൻ ഹൃദയത്തിൽ നിരൂപിച്ചത് കൊടുക്കുക. 3, ഗിവ് ഹാപ്പിലി.
ചെയർഫുൾ ആയിട്ട് കൊടുക്കുക. ഏ? ഈ ഈ ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും എൻ്റെ എതിരെ പിന്നെ യൂസ് ചെയ്യരുത്. ഓക്കെ. ഒരിക്കൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് പോയി. അപ്പം ഞാൻ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ സ്തോത്രാഴ്ച പാത്രം വന്നു. സ്തോത്രാഴ്ച പാത്രം വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു 100 രൂപ ഇടണമെന്ന് പ്ലാൻ ചെയ്താണ് പോയത് കേട്ടോ. 100 രൂപ. അപ്പം 100 രൂപ ഞാൻ എൻ്റെ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് 500-ൻ്റെ 3-4 നോട്ടേ ഉള്ളൂ. 100-ൻ്റെ നോട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? കൊടുക്കണമല്ലോ. അപ്പം ഞാൻ 500 എടുത്ത് ഇട്ടു. ഇതൊരു 8 വർഷം മുമ്പെങ്ങാണ്ട ഞാൻ 500-ൻ്റെ നോട്ട് എടുത്ത് ഇട്ടു. എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇച്ചിരി പ്രയാസം വന്നു കേട്ടോ. ഞാനുള്ള കാര്യം പറയാം. എനിക്ക് ഇച്ചിരി പ്രയാസം വന്നു. കാരണം അത്രയും കൊടുക്കണ്ടേ ഉണ്ടല്ലോ ഒരു ഇത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, 100 ഇട്ടതുപോലെ ഉള്ളൂ, 500 ഇട്ടിട്ടില്ല. 100 ഇട്ടതുപോലെ ഉള്ളൂ. 500 പോയി നിൻ്റെ കയ്യിൽ നിന്ന്, അത് ശരിയാ. പക്ഷേ 100 ഇട്ടതുപോലെ ഉള്ളൂ. അതിനുശേഷം എനിക്കിപ്പോൾ ഉള്ളത് എന്താണെങ്കിലും കൊടുക്കുന്നതിന് എനിക്ക് ഒരു പ്രയാസമില്ല. ഈ ഉള്ളിലുണ്ടല്ലോ ഒരു അയ്യോ കൊടുക്കണമല്ലോ, അയ്യോ വന്നല്ലോ, വീട്ടിൽ വന്ന് ചോദിച്ചു, നീ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ആരും കൊടുക്കരുത്, ആരും കൊടുക്കരുത്. അതുപോലെ തന്നെ പണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പണം പിരിക്കുന്നവർ ചുമ്മാ ശല്യപ്പെടുത്തിയിട്ട് പിരിക്കുകയും ചെയ്യരുത്. അതാ വന്നില്ലെങ്കിൽ പിന്നെ അവസാനം ഇവനെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കാൻ വേണ്ടി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി ക്രിസ്തീയ വേലക്കാരും ചെയ്യരുത്. ഇത് രണ്ട് വശങ്ങളാണ്. ഗിവ് ഹാപ്പിലി, ഗിവ് ചെയർഫുള്ളി, ഗിവ് ജനറസ്ലി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗൈഡൻസ് ആയിരിക്കണം. കർത്താവിന് കൊടുക്കുക. യു ഡോണ്ട് ഹാവ് ടു ഗിവ് ടൈത്ത് ഇൻ ദ ന്യൂ കവനന്റ്, ബട്ട് യു ഗെറ്റ് ടു ഗിവ് യുവർ ടൈത്ത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. മോശയുടെ ന്യായപ്രമാണം പോലെ അല്ല. പക്ഷെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ്, സാക്രിഫിഷ്യലി. പിന്നെ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ഞാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഈ 2 വേൾഡിലും ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, കാരണം ദൈവത്തിൻ്റെ കൃപയാൽ സ്വന്തമായിട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മെയിൻ സ്ട്രീം മിനിസ്ട്രിയിലും ഞാൻ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഈ പോകുന്നിടത്തൊന്നും എനിക്ക് പ്രസംഗിക്കാനൊന്നും എനിക്ക് പണം വാങ്ങിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ ആരെങ്കിലും തന്നാൽ അത് മിനിസ്ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ അവരോട് പറയും, മിനിസ്ട്രിക്ക് ഇടുക. അതെൻ്റെ കാര്യം. പക്ഷെങ്കിൽ പല ദൈവദാസന്മാരും അവർ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അവരുടെ പിന്നിൽ നിൽക്കാൻ ആളുകളില്ല. അറിയോ? പിന്നിൽ നിൽക്കാൻ ആളുകളില്ല. അവരൊരു പക്ഷെങ്കിൽ 8-10 മണിക്കൂർ യാത്ര ചെയ്ത് വണ്ടിയിലും ട്രെയിനിലും യാത്ര ചെയ്തായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ചെല്ലുന്നത്. അവിടെ 8 കോടിയുടെ ചർച്ചിൽ ആയിരിക്കും പ്രസംഗിക്കുന്നത്. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് വണ്ടിക്കൂലി പോലും കൊടുക്കാതെ വിടുന്ന അനുഭവം. ഇതൊന്നും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. മെതിക്കുന്ന കാളയ്ക്ക് കൊട്ടുന്ന നമ്മൾ ചർച്ചിൻ്റെ സ്ട്രക്ചർ പണിഞ്ഞോ, 8 അല്ല ഇനി 15 കോടിക്ക് പണിഞ്ഞോ, അതൊന്നും അല്ല വിഷയം. പക്ഷെ സുവിശേഷത്തിന് വേണ്ടി പോരാടുന്നവരുടെ പിന്നിൽ നിൽക്കുക എന്നുള്ളത് ദൈവമക്കളുടെ ചുമതലയാണ്. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അത് വേറെ ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കാൻ. സി ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടൈതിങ്. ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാണോ? കർത്താവിന് അയ്യോ ഇത് കിട്ടിയില്ലേ, കർത്താവിൻ്റെ വേല കർത്താവ് നടത്തും. അതൊന്നും ആരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. പക്ഷെങ്കിൽ അതിൻ്റെ ഭാഗമാകുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം. ആരും നമ്മളെ ഈ കാര്യത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഈ മലാഖി പ്രവചനത്തിൻ്റെ 3-ാമത്തെ അധ്യായം ഒരുപാട് അബ്യൂസ് ചെയ്ത ഒരു ഭാഗമാണ്. ഏതാ അബ്യൂസ് ചെയ്യാൻ? സ്തോത്രാഴ്ച എടുക്കാൻ നേരം അയ്യോ സ്വർഗത്തിൻ്റെ കിളിവാതിലെത്തും. പക്ഷെ എന്താണ് കോണ്ടെക്സ്റ്റ് ഓഫ് ടൈത്ത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഹൗ ടു ടൈത്ത്, വൈ ഷുഡ് യു ടൈത്ത് ഞാൻ പറഞ്ഞു. 1, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഗോഡ്സ് ഹൗസ്. 2, നമ്മുടെ ഉള്ളിലെ ദ്രവ്യാഗ്രഹത്തെ അത് കൊല്ലുന്നു. 3, ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെമൺസ്ട്രേഷനാണ്. ഞാൻ ദൈവത്തെ മാനിക്കുന്നു. 4, എൻ്റെ ഈ വലിയ ഗ്രേറ്റ് കമ്മീഷൻ, അതായത് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വലിയ ദൗത്യത്തിൻ്റെ പിമ്പിൽ നിൽക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കിളിവാതിലുകൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? പീരിയോഡിക്കായിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുക്കണം, പ്ലാൻഡ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ടല്ലേ ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു EMI തെറ്റുവാണെങ്കിൽ ബാങ്കിൽ നിന്ന് വരുന്ന കോൾസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു EMI തെറ്റുവാണെന്ന് വിചാരിച്ചാൽ എത്ര കോളാണ് വരുന്നത്? അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് എപ്പോഴാണ് വരുന്നത്, അടുത്ത ചെക്ക് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിളി. പക്ഷേ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
ഈ മാസം പറ്റിയില്ലേ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇല്ലെന്നല്ലേ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് വെൻ ഇറ്റ് കംസ് ടു ഗോഡ് വി ഹാവ് ദി എക്സ്ക്യൂസ്? അതാണ് എൻ്റെ ചോദ്യം. അതല്ലേ കർത്താവ് 2-ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെയല്ലേ പറഞ്ഞേ, നിങ്ങളുടെ ഗവർണറിന്റെ അടുക്ക പോയി നിങ്ങൾ ഇത് കൊടുക്കുമോ, നിങ്ങൾ ഇത് ചെയ്യുമോ ഈ വേലത്തരങ്ങളൊക്കെ? പിന്നെന്താ എൻ്റെ അടുക്ക വരുമ്പോൾ ഈ പരിപാടിയൊക്കെ? അപ്പോൾ കർത്താവ് ആരാണെന്നും അവന് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി പ്ലാൻഡ്. 3, ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്ങിന് ഒത്തവണ്ണം, കുറച്ചാണെങ്കിൽ കുറച്ച്, ഒരുപാടാണെങ്കിൽ ഒരുപാട്. പ്രൈവറ്റ്, ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കരുത്. അതോടെ ഉയരത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ആ പ്രതിഫലം ഒന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ എങ്ങനെ കൊടുക്കണം? സാക്രിഫിഷ്യൽ ആൻഡ് ജനറസ്. ചിലപ്പോൾ നമുക്ക് ഇച്ചിരി നീറും കൊടുക്കുമ്പോൾ, നീറി തന്നെ കൊടുക്കുക. ഗിവ് ജനറസ്ലി, ഗിവ് മോർ ദാൻ ലെസ്. എത്രയും കുറച്ച് കൊടുത്ത് കംപ്ലൈൻ്റ് ആകുക എന്നുള്ളതല്ല, എനിക്ക് എത്രയും കൊടുക്കാമോ അത്രയും കൊടുക്കുക. 2, ഫ്രീലി ഗിവ്. എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമെന്നോ, എന്തെങ്കിലും ടെൻഷൻ കൊണ്ടോ, സ്ട്രെയിൻ കൊണ്ടോ, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ കൊണ്ട് കൊടുക്കരുത്, ഫ്രീ ആയിട്ട് കൊടുക്കുക. 3, ഗിവ് ചെയർഫുള്ളി. സന്തോഷത്തോടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടൈതിങ്ങിൻ്റെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഇത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ലെസനേ ഉള്ളൂ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം. 1, കർത്താവിലേക്ക് നമ്മൾ മടങ്ങി വരണം, റിട്ടേൺ ടു ഗോഡ്. 2, ദൈവത്തിന് സന്തോഷത്തോടെ നമ്മൾ കൊടുക്കണം. ഗിവ് ചെയർഫുള്ളി അൺ ടു ഗോഡ്. അത് യാതൊരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടല്ല. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, പഴയ നിയമത്തിൽ ഇറ്റ് വാസ് നോട്ട് 10%, ഇറ്റ് വാസ് 20 to 25%. അതായിരുന്നു പഴയ നിയമം. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? വി ആർ സപ്പോസ് ടു ഗിവ് അവർ ഓൾ, എവറിത്തിങ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നാൽ ബാക്കി വെക്കരുത്, നമ്മൾ സേവ് ചെയ്യരുത്, കുടുംബത്തിന് കൊടുക്കുക. വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, നിന്റെ സ്വന്തം കുടുംബത്തെ നോക്കാതെ നീ മറ്റു സ്ഥലങ്ങളിലൊന്നും പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സോ ദ ബൈബിൾ ഇസ് വെരി റാഷണൽ. എന്നാൽ എൻ്റെ സ്രോതസ് ഏതാണെന്നും എന്താണെന്നുള്ളതും ഞാൻ ലോകത്തോടും എന്നോടും തന്നെ ക്ലിയറായി പറയുന്ന ഒരു കാര്യമാണ്. കർത്താവേ, നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തരുന്നു, സന്തോഷത്തോടെ ഞാൻ തരുന്നു, സിസ്റ്റമാറ്റിക്കായിട്ട് തരുന്നു. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു മാനിപ്പുലേഷനോ ഇതിൽ നിന്ന് ഒന്നും വേണ്ടിയിട്ടല്ല കർത്താവേ, നിനക്ക് നിന്റെ വേലയ്ക്ക് തരാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നിട്ടുള്ളൂ. സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയിലുള്ളവർ പോലും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യം. എല്ലാവരും കാരണം എന്തിനു വേണ്ടിയാ? ബിക്കോസ് ഇറ്റ് ഇസ് എ ഡെമോൺസ്ട്രേഷൻ ദാറ്റ് വി ട്രസ്റ്റ് ഗോഡ്. ഞങ്ങളുടെ മിഷൻസ് ഇന്ത്യയിൽ ഒരു മിഷണറി ഫാമിലി, നിങ്ങൾ പലർക്കും അദ്ദേഹത്തിനെ അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം, അദ്ദേഹം മിഷൻസ് ഇന്ത്യയിൽ തൻ്റെ ജോലി രാജിവെച്ച് ഗൾഫിൽ നിന്ന് 25 വർഷത്തിന് മുകളിൽ താൻ ഇവിടെ വന്ന് ഒരു മിഷണറിയായി കർത്താവിൻ്റെ വേലയ്ക്ക് പോയപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരൊറ്റ കാര്യം, അന്ന് ശമ്പളം എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, അന്ന് മിഷൻസ് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളം വളരെ കുറവാണ്. അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് 20% എങ്കിലും, അത് തൻ്റെ തീരുമാനമാണ് കേട്ടോ, തൻ്റെ തീരുമാനമാണ്, 20% എങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കണം. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം 20% മാറ്റിവെച്ചു. ഓക്കെ, 20% എന്തോ കിട്ടുന്നതെന്ന് അറിയാമല്ലോ, അതിൽ നിന്ന് 20%. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ 5-6 എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എങ്ങനെയാണെന്ന്, 6-7 വർഷങ്ങളായി ഞാനിപ്പോൾ 40% മാറ്റി വെക്കുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛാ 40% മാറ്റി വെച്ചാൽ പിന്നെ എന്താ ഉള്ളത്? ഇല്ല, അത് ഞാനും ദൈവവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങാണ്. എൻ്റെ ഒരൊറ്റ കാര്യത്തിന് ഇതുവരെ കുറവുണ്ടായിട്ടില്ല, ഒരൊറ്റ കാര്യത്തിൽ. ഞാൻ കാൽക്കുലേഷൻ നോക്കിയപ്പോൾ ഈ ബാക്കി 60% കൊണ്ട് ജീവിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യം എന്നറിയും, ഒരൊറ്റ ദിവസം എൻ്റെ ഒരു കാര്യത്തിന് പോലും മുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മളും ദൈവവും തമ്മിലുള്ളത്. അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത്. ദശാംശങ്ങളോ നമ്പേഴ്സൊക്കെ നമ്മളും ദൈവവും തമ്മിൽ അവനവൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, അങ്ങനെ ആളുകളുണ്ട്. ദർ ആർ പീപ്പിൾ ലൈക്ക് ദാറ്റ്. അങ്ങനെ ആളുകളുണ്ട്. കർത്താവ് മാത്രം എൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അനുഗ്രഹത്തിൻ്റെ കിളിവാതിൽ, അതുകൊണ്ടൊന്നും ഒരു കുറവ്. ചിലപ്പോൾ ഞെരുങ്ങും കുറച്ച് ഹിയർ ആൻഡ് ദെയർ ഫിനാൻഷ്യലി, പക്ഷേ ദൈവസ്നേഹവും ദൈവ സന്തോഷവും ആ ജോയും പീസും സമാധാനവും കൊണ്ട് ദൈവം നിറയ്ക്കുക. അപ്പോൾ ഗോഡ് കോമ്പൻസേറ്റ്സ് ഇൻ വേരിയസ് വേസ്. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് നമുക്ക് കൊടുക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഡിസിപ്ലിനായി മാറണം. അപ്പോൾ ചിലർ 10% വെക്കുന്നത് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആസ് എ ഡിസിപ്ലിൻ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ദൈവവചനം വായിക്കുന്നത്? പാർട്ട് ഓഫ് ദ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞതുപോലെ ടൈത്ത് ഇസ് പാർട്ട് ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് എ ക്രിസ്ത്യൻ. അപ്പൊ ടൈത്ത്, ദശാംശം എന്നുള്ളത് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഡയറക്ട്ലി ആപ്ലിക്കബിൾ അല്ലെങ്കിലും ജനറസ് ഗിവിങ് ഔദാര്യമായ നമ്മുടെ സംഭാവനകൾ
ഒരു ദൈവ വിശ്വാസിക്ക് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവൻ്റെ ആത്മീയ ജീവിതത്തിനെ അളക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന് വേണ്ടി എന്തുമാത്രം ഫ്രീലി ജോയ്ഫുള്ളി ഹീസ് ഏബിൾ ടു ഗിവ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓൾ അവർ വേർഡ്സും. അത് മാത്രമല്ല, നമ്മൾ കർത്താവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ആ, വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നാം എന്തുമാത്രം കൊടുക്കാൻ നമുക്ക് തയ്യാറാണ്. ഓക്കെ, അതോടെ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വൺ മോർ സെഷൻ മലാക്കി പ്രവചനം അടുത്ത ആഴ്ച പറ്റുമെങ്കിൽ, എനിക്ക് ഇച്ചിരി യാത്രയുണ്ട്, പക്ഷെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി പറ്റും. അടുത്ത ആഴ്ചയും കൊണ്ട് നമ്മൾ മലാക്കി തീർക്കും. എന്നിട്ട് നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് പോകാം. നമുക്ക് കണ്ണുകളുടെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളെ വ്യക്തമായി പഠിപ്പിച്ച കാര്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങ് തന്നിട്ടുള്ള ദാനങ്ങളിൽ നിന്നും ഒരു ഭാഗം മാറ്റി, ഏറ്റവും നല്ലത് മാറ്റി വെക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവാണ് ഞങ്ങളുടെ സോഴ്സ് എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയുവാൻ, വിശ്വാസത്തോടെ കർത്താവെ അത് അങ്ങയ്ക്ക് നൽകുവാൻ, സന്തോഷത്തോടെ നൽകുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ വേലയുടെ പിന്നിൽ നിൽക്കുവാൻ ഞങ്ങളിൽ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിനക്കും നിൻ്റെ വേലയ്ക്ക് തന്നതുകൊണ്ട് ഒരു മനുഷ്യനും മുടിഞ്ഞു പോയിട്ടില്ല. അത് അടിയന് വ്യക്തമായിട്ട് അറിയാം, ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയാം കർത്താവെ. അതുകൊണ്ട് ഔദാര്യമായി കൊടുക്കുവാൻ, കർത്താവെ, വാരി വിതറി കൊടുക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിനൊരു അനുഗ്രഹമായി, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി, ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ജനറസ് ലൈഫായി മാറുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവ്, പണത്തിന് ഞങ്ങളുടെ മേൽ യാതൊരു പിടിയും ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഇന്ന് മടങ്ങി വരുന്ന ഒരു ആഹ്വാനം അങ്ങ് തന്നിരിക്കുന്നു. കർത്താവെ, കർത്താവിൽ നിന്ന് മാറി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ കർത്താവെ നിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.